കെ ടി ജലീലും മുസ്ലിം ലീഗും തമ്മിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമുള്ള പോരാട്ടം കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജലീൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിമയാണ്. CPM-ന്റെയും ജലീലിന് നാഴികക്ക് 40 വട്ടം മുസ്ലിം ലീഗിനെ ചൊറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ അസഭ്യം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത സ്ഥിതിയാണിപ്പോൾ. കാരണം മറ്റൊന്നുമല്ല, പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കണം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജലീലിന് മത്സരിക്കണം. അതിനുവേണ്ടിയാണ് PK ഫിറോസിനെ നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PK ഫിറോസ് കേരളത്തിലെ യുവജന പോരാട്ടങ്ങൾക്കകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ട് KT ജലീലിന് ചിത്തഭ്രമം വന്നിരിക്കുകയാണ്. ജലീലും ഫിറോസും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നിരവധിയായ വിഷയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും എടുത്ത് കുടഞ്ഞ് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ജലീലിന്റെ ആരോപണങ്ങൾക്കെല്ലാം PK ഫിറോസ് എണ്ണയിട്ട യന്ത്രം കണക്കെ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകിയപ്പോൾ അതിന് മറുപടിയില്ലാതെ മിണ്ടാതായ ജലീലിനെയും കേരള രാഷ്ട്രീയം കണ്ടു. ജലീല് പിണറായി വിജയന്റെ മാനസപുത്രൻ എന്നാണ് CPM-കാർ തന്നെ അടക്കം പറയുന്നത്. മലപ്പുറം ജില്ലയിലെ ലീഗുമായി തെറ്റി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആളുണ്ടെങ്കിൽ അയാളെ CPM-ന്റെ പാളയത്തിലേക്ക് കൊണ്ടുവരുന്ന ജോലിയാണ് ഇപ്പോൾ CPM KT ജലീലിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജലീൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ആളുകളെയും അതോടൊപ്പം തന്നെ കോൺഗ്രസുകാരെയും തെറി പറയുന്ന തിരക്കിലാണ്. ഇപ്പോൾ ജലീൽ ഒരു പുതിയ അഭ്യാസം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഒരു വാർത്താ സമ്മേളനത്തിൽ വരുമ്പോൾ കയ്യിൽ പരിശുദ്ധ ഖുർആനുമായാണ് കടന്നു വരാറുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഉടൻ ഈ ഖുർആൻ മുന്നിലെടുത്ത് വെച്ച് അതിൽ തൊട്ട് സത്യം ചെയ്യും. എന്നിട്ട് രാഷ്ട്രീയ എതിരാളികളെ താൻ സത്യം ചെയ്യുന്നത് പോലെ സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന ഒരു വെല്ലുവിളിയും. എന്തൊരു വിഡ്ഢിത്തമാണ് ജലീലെ താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന ജലീലുമാരുടെ നെറികെട്ട രാഷ്ട്രീയം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കണ്ടം വഴി ഓടിച്ചതിന് പിന്നാലെ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തുപോയ വ്യക്തിയാണ് ജലീൽ. ആ വ്യക്തിയാണ് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ധോത്തി ചലഞ്ചിനെതിരെ രംഗത്ത് വന്നു. അത് ഫിറോസ് പൊളിച്ച് കയ്യിൽ കൊടുത്തു. പിന്നീട് മലയാള സർവകലാശാല ഭൂമി ഏറ്റെടുത്തലുമായി ബന്ധപ്പെട്ട് PK ഫിറോസ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയില്ലാതെ ജലീൽ വിയർക്കുന്നത് നമ്മൾ കണ്ടു. ഫിറോസ് എണ്ണി ചോദ്യങ്ങൾ ചോദിച്ചു. ഉത്തരമില്ലാതെ KT ജലീൽ കണ്ടം വഴിയോടി. ഫിറോസിന് പിന്നാലെ സിദ്ദീഖ് പന്താവൂർ എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ചോദ്യവുമായി രംഗത്ത് വന്നു. പന്താവൂരിന്റെ ചോദ്യത്തിനും ഉത്തരമില്ലാതെ ജലീൽ പതുങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ജലീൽ ഇപ്പോൾ CPM-ന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഗുഡ് ബുക്കിൽ എൻട്രി ലഭിക്കാൻ വേണ്ടിയുള്ള പെടാപ്പാടുപെടുകയാണ്. അതിനുവേണ്ടി രാഷ്ട്രീയ എതിരാളികളെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരെയും കോൺഗ്രസുകാരെയും തെറിവിളിക്കണം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായപ്പോൾ തലയിൽ മുണ്ടിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിനകത്ത് ഹാജരായതൊന്നും കേരളം മറന്നിട്ടില്ല ജലീലെ. അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലും. ആ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഹൈക്കോടതി KT അദീബിന്റെ ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചോദ്യങ്ങളും ഹൈക്കോടതിയുടെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അതിന്റെ പിന്നിൽ കേസുമായി മുന്നോട്ട് പോയത് PK ഫിറോസ് ആയിരുന്നു. അതുകൊണ്ട് ഫിറോസിനോടുള്ള ചൊറുക്ക് അത്ര പെട്ടെന്നൊന്നും ഈ ജലീലിന് തീരില്ല. തന്റെ മന്ത്രിസ്ഥാനം പോക്കിയ ഫിറോസിനെ ഏത് രൂപത്തിലും തകർക്കണമെന്നൊരു വാശിയാണ് ജലീലിനുള്ളത്. പക്ഷേ ഫിറോസ് ഉണ്ടോ വിട്ടുകൊടുക്കുന്നു? ഫിറോസ് ആത്മാഭിമാനം പണയം വെക്കാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് തന്നെ ജലീലിന്റെ എല്ലാ ചോദ്യങ്ങളോടും സധൈര്യം ഉത്തരം പറഞ്ഞ് എല്ലാ ചോദ്യങ്ങളെയും നേരിട്ട് കൊണ്ടാണ് ഫിറോസ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോഴും മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട അതിൽ നടന്ന കോടികളുടെ അഴിമതി കഥകളുമായി ബന്ധപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ജലീലിന് കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ KT ജലീൽ കൃത്യമായി വാർത്താമാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഒരു മറുപടി പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉടനെ ഉണ്ടാകുമോ ജലീലെ?